Let's watch a skit by Bilas and Party based on World Environment Day. നാട്ടിൻപുറത്ത് ജീവിച്ചിരുന്ന ഒരു ബാലനായിരുന്നു രാമു. അവന്റെ പ്രധാന കൂട്ടുകാർ മരങ്ങളായിരുന്നു. അവന്റെ എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചിരുന്നത് മരങ്ങളോടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെ മരം വെട്ടാൻ 2 പേർ വന്നു ചേർന്നു. അല്ല, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? നിങ്ങൾ ആരൊക്കെയാ? നമ്മളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞങ്ങൾ മരം വെട്ടുകാരാ. ഈ മരം വെട്ടാൻ വേണ്ടി. നിങ്ങൾക്ക് ആരാ ഇതിന് അനുവാദം തന്നത്? അല്ല, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഈ സ്ഥലത്തിന്റെ ഉടമ ഇത് വിറ്റു. അപ്പൊ ഞങ്ങൾക്ക് മരം വെട്ടാൻ പറഞ്ഞു, വീട് വെക്കാൻ വേണ്ടി. ഇല്ല ചേട്ടാ, അങ്ങനെ വെട്ടരുത് ചേട്ടാ, പ്ലീസ് ചേട്ടാ. ഒന്ന് പോടാ ചേട്ടാ, ഈ മരങ്ങൾ എന്റെ കൂട്ടുകാരാ. എനിക്ക് സംസാരിക്കാൻ ഇവര് മാത്രമേ ഉള്ളൂ ചേട്ടാ. പ്ലീസ് ചേട്ടാ, വെട്ടരുത് ചേട്ടാ. മരങ്ങൾ കൂട്ടുകാരാണോ? ആദ്യമായിട്ട് ഇത്രയും വലിയ മണ്ടത്തരം കേൾക്കുന്നത്. ഈ മോനെ, ഇത് ഞങ്ങളുടെ ഉപജീവന മാർഗമാ. ഒന്ന് മാറി ഞങ്ങൾക്ക് വെട്ടിക്കോട്ടാ. ഇല്ല ചേട്ടാ, നമുക്ക് ജീവമായി തരുന്നത് ഈ മരങ്ങളല്ലേ. ഇതിനെ വെട്ടാൻ ഞാൻ സമ്മതിക്കില്ല. ഇതിനെ വെട്ടണമെങ്കിൽ എന്റെ ദേഹത്ത് തൊട്ടിട്ട് ഇതിനെ വെട്ടാൻ പറ്റും. പിടിച്ച് മാറ്റേ. ഒന്നും ഇല്ല, ഞാൻ മാറുന്നില്ല. പിടിച്ചിട്ട് മാറുന്നില്ല. പോയി എടുക്കണം, വെട്ടാൻ മരം. ഒന്ന് ആയി വെട്ടേ അപ്പുറത്തോട്ടൊക്കെ. ഒരു പ്രകൃതി സ്നേഹി വന്നായിരുന്നു. ഒരിക്കലും ഇല്ലാത്തതിന്റെ കൂട്ട് ഇവനൊക്കെ എവിടുന്ന് വരുന്നോണ്ട് എന്തോ ഈ എടുത്ത് മാറ്റാൻ കൊണ്ട് ഒന്ന് ഉറുത്ത്. ഇതിനെന്തോ ഈ പൊക്ക തന്റെ കൂട്ടുകാരനായ രാമു മരിച്ചതിൽ അവന്റെ കൂട്ടുകാർക്ക് അതിയായ വിഷമം തോന്നി. പിന്നെ അവർ എന്തിനാണ് അവന്റെ കൂട്ടുകാരനായ രാമു മരിച്ചതെന്ന് ചിന്തിച്ചു തുടങ്ങി. അവന്റെ രാമുവിന്റെ മരണത്തിന് ഇടയാക്കിയ മരംവെട്ടുകാരെയും മരങ്ങളുടെ ശത്രുക്കളായ മരംവെട്ടുകാരെയും തടുക്കാനായി അവിടുത്തെ കുട്ടികൾ സംഘടിച്ചു ചേർന്ന് ഒരു നിരാഹാര സമരം നടത്തുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം വട്ടാണോ? ഇവർ തിരക്കുന്ന പോലെ ഓളം ഉണ്ടോ? മര വെട്ടാനുള്ള ഒരു മര വെട്ടിയിരിക്കും. അങ്ങനെ നാട്ടുകാർക്ക് തോന്നി ഇവര് ചെയ്യുന്നത് നല്ല കാര്യമാണല്ലോ, ഇവരെ കൂടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് മരങ്ങളെ സംരക്ഷിക്കാം. അങ്ങനെ ഈ നാട്ടുകാരെല്ലാരും കൂടെ കുട്ടികളുമായി ഒത്തുചേർന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മരം നമ്മുടെ ഒരു വരമാണ്. മരം നമ്മുടെ ജീവമായി തരുന്നു. അതിനെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടെ മരം വെട്ടുകാർക്കെതിരായി പോരാടാം. ഇത്തരം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവര് പറഞ്ഞു ശരിയാണല്ലോ, നമുക്ക് ഇവരോട് ഒരുമിച്ച് കൂടാം. മക്കളെ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടാൻ പോവാം. നമുക്ക് ഒരുമിച്ച് പോരാടാം. ശരി. ഹലോ, എവിടെ? എപ്പം? അതാ വരുന്നു. മക്കളെ, അപ്പുറ സ്ഥലത്താണ് 2 പേര് മരവെട്ട്. നമുക്ക് അവരെ പോയി പിടിക്കാം. പോലീസിനെ കൂടെ വിളിച്ചു വന്നേക്ക്. ഹലോ, ഇത് പോലീസ് സ്റ്റേഷനാണോ? ആ സാറേ, ഇപ്പുറത്തെ സ്ഥലത്താണ് 2 പേര് മരം വെട്ടുന്നു. അവരെ ഒന്ന് പിടിക്കണേ. ആ, വേഗം വരണം. ഓക്കെ. പണിക്കും എന്തിനാ നിങ്ങൾ വന്നത്?
വാ. ഓ പിന്നെ വരും കാലത്ത് മരം വെട്ടുന്നത് ശിക്ഷാർഹമാണ്.